ഹായ് എല്ലാവർക്കും AMR ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെങ്ങൈമരയെ കയറിപ്പോയി നമ്മളൊന്ന് കിടിലൻ ഒരു ഓഫ് റോഡ് റൈഡ് വിത്ത് വ്യൂ പോയിൻ്റ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാമെന്ന് പോലെ കാഴ്ചയിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്നല്ലോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജും വ്യൂ പോയിൻറ്റും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിട്ടോ. അത്യാവശ്യം നല്ല വിശാലമായ പാർക്കിംഗ് കാര്യങ്ങൾ, പിന്നെ ഓഫ് റോഡ് ജീപ്പിംഗ് റൈഡിങ്ങും, അതായത് ഗ്ലാസ് ബ്രിഡ്ജും വ്യൂ പോയിൻറ്റും കണ്ട് നമുക്ക് തിരിച്ചു തരാം കേട്ടോ. ഓക്കെ, അത്യാവശ്യം വിശാലമായ പാർക്കിംഗ്, വലിയ ബസ്സും എല്ലാം കേട്ടോ. നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പം ഞാനും വൈഫും മോളൂടെ ആട്ടോ വന്ന്. അപ്പോൾ അത്യാവശ്യം വലിയ ബസ്സും ജീപ്പായാലും കാറായാലും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 300 രൂപയാണ്. ചിൽഡ്രൻ ആണെങ്കിൽ 150 കേട്ടോ. 7 മണി ടു 7 മണി വരെയാണ് നമുക്ക്. ജീപ്പ് റൈഡിങ്ങിന് 300, ഒരാൾക്ക് അങ്ങോട്ട് എൻട്രി 300, അങ്ങനെ 600 രൂപ ഒരാൾക്ക് വെച്ച് കോസ്റ്റ് വരും. പിന്നെ വ്യൂ പോയിന്റിലേക്കാണെങ്കിൽ ഒരാൾക്ക് 50 രൂപ ചാർജ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഞാനിതാ ജീപ്പിലങ്ങോട്ട് കയറി നമ്മളെ റൈഡ് അങ്ങോട്ട് തുടങ്ങിട്ടോ. കേട്ടു നമുക്ക് നോക്കിയേ, അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം ഓഫ് റോഡാണ് ഒന്നാമത്. പിന്നെ നോക്കിയാൽ നമ്മൾ ആ തേയിലത്തോട്ടത്തിൻ്റെ മുകളിലൊക്കെ നല്ല കിടു കോടങ്ങനെ ഇറങ്ങി ചെറിയൊരു ചാറ്റൽ മഴ എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ. കാരണം വെച്ചാൽ നല്ല കോടയും ചാറ്റൽ മഴ, ആ ഒരു വൈബ് കേട്ടോ, വേറൊരു ലെവൽ തന്നെ കേട്ടോ. നോക്കിയാൽ റോഡ് പക്ക ഓഫ് റോഡാട്ടോ. കിടു ഒരു യാത്ര തന്നെ കേട്ടോ. നമുക്കൊരു ജീപ്പിലെ ഒരു എക്സ്പീരിയൻസും ഗ്ലാസ് ബ്രിഡ്ജിലും പിന്നെ ആ കോടയും ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പോൾ കപ്പിൾസ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിതാ തകർത്ത് ഇങ്ങനെ ജീപ്പിൽ യാത്ര ചെയ്യട്ടെ. ഞാൻ വൈഫ് മുള്ളുണ്ട്, വേറെ ഫാമിലി, ഞങ്ങൾ ജോയിൻ്റ് ആയിട്ട് വണ്ടി എടുക്കുന്ന കേട്ടോ. അപ്പോൾ ലാഭം. അപ്പോൾ നമുക്കൊരു ഫാമിലി 2 ഫാമിലി വരികയാണ് നമുക്ക് 150 രൂപ ഒരാൾക്ക് വരും. ജീപ്പിന് 300 രൂപ ഉണ്ട്. ഹാഫാക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യട്ടോ. അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡ് ചളി കൊണ്ടൊക്കെയാണ് കേട്ടോ. പക്ക ഒരു നല്ല എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലിങ്ങും വൈബും കേട്ടോ ആ യാത്ര എന്ന് പറയുന്നത്. കാരണം തേയിലത്തോട്ടത്തിലൂടെ ഓഫ് റോഡൊക്കെ കുലുങ്ങി പറഞ്ഞ് തെറിച്ച് ആ ഒരു വ്യൂവിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിതാ നേരെ നമ്മൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് നമ്മൾ മുകളിൽ ഇതാ ലാസ്റ്റ് എൻഡിലെത്തിയിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി, അതാണ് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഞാനിങ്ങനെ കേട്ടറിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൽ ഇപ്പോൾ ഇവരെ എൻട്രൻസ് എത്തിയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ ചവിട്ടുമ്പോൾ ഗ്ലാസ് അങ്ങോട്ട് ചിന്നിച്ചിതറും. ആ സൗണ്ടും കാര്യങ്ങളും ആ ചിന്നിച്ചിതറുന്ന ആ ഒരു വ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് നിങ്ങളെയും കൂടെ അത് കാണിക്കുക, അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ എൻട്രൻസിലേക്ക് അങ്ങോട്ട് കയറിയല്ലോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൊടുത്ത് നേരെ എൻട്രൻസിലേക്ക് കയറിയും കൂടെ വരുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, കേടു തന്നെ കേട്ടോ. അത്യാവശ്യം ഇവിടെ ഇരിക്കാനും ഫോട്ടോഷൂട്ട് എടുക്കാനും ഒക്കെ സൂപ്പറായിട്ട് ഒരു അറേഞ്ച് ചെയ്തിട്ട് ഗ്ലാസ് വ്യൂ നോക്കിയേ എന്താ അല്ലേ. അപ്പോൾ ഞാൻ കയറി വന്ന ഉടനെ തന്നെ ആ വ്യൂ അത്യാവശ്യം നമ്മളിതാ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടുത്തെ മനോഹര പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് നോക്കിയേ എന്നെ കോടാൻ നോക്കി. എൻ്റെ ബാക്കിൽ കിട്ടു വൈബ് തന്നെ കേട്ടോ, പൊളി. എല്ലാവരും ആരെങ്കിലും വന്നില്ല കേട്ടല്ലോ, തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ. കിട്ടു വൈബ് തന്നെ. പിന്നെ വെച്ചാലേ താഴോട്ടുള്ള വ്യൂ നോക്കിയാൽ കോടയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ ഉണ്ടാവും ഗ്ലാസ് ഇങ്ങനെ ചിന്നി ചിതറിപ്പോണൊരു കാഴ്ച കേട്ടോ. നോക്കിയാൽ എന്താ അല്ലേ ഗ്ലാസ് ചിന്നുന്നത്. വാവ്. പിന്നെ എന്താ വെച്ചാൽ താഴോട്ടുള്ള കോട ഇങ്ങനെ മാഞ്ഞു പോകുമ്പോൾ നമുക്ക് താഴോട്ട് നല്ല ക്ലിയറായിട്ട് നമുക്ക് വ്യൂ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ പെട്ടെന്ന് തന്നെ അതൊക്കെ ഇപ്പോൾ ഇവിടെ അടിയിൽ ഒഴുകുന്ന വെള്ളച്ചാട്ടവും നദിയും ഒക്കെ നമുക്ക് കാണാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ കോട അങ്ങോട്ട് വന്ന് അങ്ങോട്ട് മൂടി അങ്ങോട്ട് പോകും. ആ ഒരു വൈബ് അവിടെ വന്നാൽ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരെ നമ്മൾ പോകുന്നത് ഇനി വ്യൂ പോയിൻ്റ് കാണുന്നുണ്ട്. വ്യൂ പോയിൻ്റ് നമ്മളിങ്ങനെ തേയിലത്തോട്ടത്തിനുള്ളിൽ കൂടി ആ ചെറിയൊരു എന്താ പറയുക, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീൽ കേട്ടോ. ചെറിയ വയ്യാണ്, ആ വയ്യ അങ്ങോട്ട് ചെന്നാട്ടോ ആ വ്യൂ ഒരു കിടു തന്നെ. മെയിൻ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കട്ടോ. വ്യൂ പോയിൻ്റ് നോക്കിയാൽ ഫുള്ള് കോടയിലും മഞ്ഞ് കുളിഞ്ഞ് കിടക്കുക, ഒരു രക്ഷയില്ല. നോക്കിയാൽ കോട അങ്ങനെ പോയി പോകുന്നുണ്ട് കേട്ടോ. എന്തായാലേ വേറൊരു വൈബ് തന്നെ, ഒരു രക്ഷയില്ല കേട്ടോ ഈ വ്യൂ. എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും അടിച്ചങ്ങ് പൊട്ടിച്ചിക്കണം. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.